ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്ത ഒരു കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ തമ്മിൽ കാണുന്ന പോലെ തന്നെ കോളേജിലേക്കായാലും അതുപോലെ ഓഫീസിലേക്കായാലും സ്ഥിരമായിട്ട് കുർത്തീസൊക്കെ ഇട്ട് പോകുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു മോഡലാണ് നമ്മളിന്ന് തയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 3 മീറ്റർ ക്ലോത്താണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. എനിക്കുള്ള അളവിനനുസരിച്ചാണ് 3 മീറ്റർ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഞാൻ അത്യാവശ്യം വണ്ണമുള്ള ആളായതുകൊണ്ടാണ് കേട്ടോ 3 മീറ്റർ എടുക്കുന്നത്. വണ്ണമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ 2.5 മീറ്റർ കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ ആദ്യം ക്ലോത്ത് ഇങ്ങനെ നീളത്തിലൊക്കെ മൊത്തത്തിൽ ക്ലോത്ത് ഒന്ന് നീളത്തിലെടുത്തിട്ട് ഒരു നമുക്ക് ആദ്യം ബാക്ക് പീസാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് രണ്ടാക്കി ഒന്ന് മടക്കിയിട്ടുണ്ട്. ബാക്ക് പീസ് മാത്രമായിട്ടായതുകൊണ്ടാണ് രണ്ടാക്കി മടക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം എത്രയാണോ നമ്മുടെ ലെങ്ത്ത് വേണ്ടത് അതൊന്ന് ആദ്യം അളന്ന് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പോട് ഇട്ടെടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ. അതിനിട്ട് ഞാനിവിടെ ഷോൾഡർ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഷോൾഡർ കറക്റ്റ് അളവ് എടുത്തതിന് 2ആക്കിയ അളവാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആ സെയിം അളവിന് താഴേക്ക് ഇവിടെ കൈക്കുയ്ക്ക് വേണ്ടിയിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. 8 ആണെങ്കിൽ ഷോൾഡർ 8 ആണെങ്കിൽ ആ 8 തന്നെയാണ്. 8 ആണെങ്കിൽ ആ ഒരളവ് നമുക്കിവിടെ കൈക്കുയ്ക്ക് വേണ്ടിയിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ 15.5 ഇഞ്ചാണ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് എൻ്റെ ചെയ്ത്. അപ്പോൾ അതിന് 1/2 ഇഞ്ചോട് കൂട്ടിയിട്ട് ഞാൻ 16 ഇഞ്ചോട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പണിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ എത്രയാണോ നമ്മുടെ ബോഡിയിൽ നിന്നെടുത്ത ഓപ്പണിൻ്റെ ലെങ്ത്ത് അതിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഓപ്പണിന് ആ ഒരു ഭാഗം അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ കൈക്കുഴിക്ക് വേണ്ടി അടയാളപ്പെടുത്തിയ ഭാഗത്ത് നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് നമ്മൾ ബോഡിയിൽ നിന്ന് കറക്റ്റായി എടുത്ത അളവിനെ 4 ഭാഗമാക്കിയിട്ട് അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടിയിട്ട് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി ആ ഭാഗം ഇതുപോലെ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവിന് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തതിന് 4 ഭാഗമാക്കിയിട്ടുള്ള അളവും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഭാഗം കൈക്കൂടും കൂടി ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ വേസ്റ്റിൻ്റെ അളവും അതുപോലെ തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ നമ്മൾ റൗണ്ടായിട്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് എടുത്ത അളവിന് 4 ഭാഗമാക്കിയിട്ട് അതും അതിലേക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പും ഞാനിവിടെ അടയാളപ്പെടുത്തി നമ്മൾ ചെസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് വേസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓപ്പണിൻ്റെ ഭാഗത്തും അതേപോലെ തന്നെ നമ്മൾ ഓപ്പണിൻ്റെ ഭാഗം നമ്മൾ എത്രയാണോ റൗണ്ടായിട്ട് അളവെടുത്തത് ആ അളവിനെ 4 ഭാഗമാക്കിയ അളവും ഓപ്പൺ ആയിട്ടുള്ള ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഞാൻ 1.5 ഇഞ്ചാണ് ഇവിടെ തയ്യൽ തുമ്പ് എടുക്കാറുള്ളത് കേട്ടോ. ഓപ്പണിൻ്റെ ഭാഗത്ത് എത്രയാണ് നമ്മൾ 4 ഭാഗമാക്കിയതിലേക്ക് 1.5 ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് എടുക്കാറുള്ളത് നമുക്ക് ഓപ്പൺ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഓപ്പണിൻ്റെ ഭാഗത്തേക്കും കൂട്ടി യോജിപ്പിച്ച് വരക്കാം. ഇനി ഏറ്റവും താഴെയുള്ള ഭാഗത്ത് നമ്മൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്തുള്ള അതേ അളവാണ് ഞാൻ ഇവിടെ താഴെയും കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പം ഇത്രയാണ് നമ്മളിവിടെ അളവുകൾ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഓപ്പണിൻ്റെ ഭാഗത്തുള്ള അവിടെ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് താഴേക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ കുർത്തിയുടെ അളവുകൾ ഇത്രയും ഭാഗം നമ്മളിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ ഒന്ന് വരച്ച ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് പീസും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പേപ്പർ കൂടി എടുക്കുന്നുണ്ട്, ന്യൂസ് പേപ്പറും കൂടി എടുക്കുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസിൻ്റെ താഴെയായിട്ട് ഈ ഒരു പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. പേപ്പറിൻ്റെ ആ ഒരു സൈഡും നമ്മുടെ മടക്കി വെച്ച ബാക്ക് പീസിൻ്റെ ആ ഫോൾഡായിട്ട് കിടക്കുന്ന ആ ഭാഗവും കറക്റ്റായിട്ട് വേണം വെച്ച് കൊടുക്കാൻ. എന്നിട്ട് നമ്മൾ ആ പേപ്പറിൽ കിട്ടുന്ന അത്രയും ഭാഗം ഇത്രയും ഭാഗം നമ്മൾ ഒരു കട്ട് ചെയ്തെടുക്കുന്നത് സെയിം അളവിൽ തന്നെ നമ്മുടെ ബാക്ക് പീസിൻ്റെ അതേ അളവിൽ തന്നെ ആ പേപ്പറിലും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാണ് നമ്മുടെ വേസ്റ്റിൻ്റെ ലെങ്ത്ത് ഇവിടെയാണല്ലോ 15.5 ഇഞ്ച് നമ്മൾ 15.5 ഉള്ളത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുള്ള അളവ് 16 ഇഞ്ച് നമ്മളിവിടെ കറക്റ്റായിട്ട് ആ പേപ്പറിലും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുകളിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 10 ഇഞ്ച് താഴേക്കായിട്ട് ഇവിടെയും കൂടി ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ആ ഒരു അടയാളപ്പെടുത്തിയത് നമ്മൾ മുകളിൽ നിന്ന് 10 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗവും നമ്മൾ പേപ്പറിലൊന്ന് ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ച് കൊടുത്തിട്ട് വരച്ചെടുത്ത ഈ 2 ഭാഗങ്ങൾ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിച്ചൊന്ന് വരച്ചെടുക്കണം. ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവും തമ്മിലൊന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം.
മുകളിൽ നിന്നൊരു 10 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ അടയാളപ്പെടുത്തിയ ആ ഭാഗവും പിന്നെ വേസ്റ്റിൻ്റെ അളവും കൂടി ഒന്ന് ഇതുപോലൊന്ന് നമ്മൾ ഒന്ന് യോജിപ്പിച്ച് വരച്ചെടുക്കാം. ഏകദേശം നമുക്കൊരു ആലിയ കട്ട് ടൈപ്പ് കട്ടിങ് ആണിത്. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ പേപ്പർ ഒന്ന് അതേപോലെ ആ വരച്ച ഭാഗത്തൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മൾ പേപ്പർ കട്ട് ചെയ്തിട്ടുള്ളത്. അത് മുകളിലുള്ള ആ പീസാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. താഴെയുള്ള പീസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് വീണ്ടും രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കട്ട് ചെയ്ത് വെച്ച ബാക്ക് പീസ് അതിൻ്റെ മുകളിലൂടെ കറക്റ്റായിട്ട് ലെങ്ത്തൊക്കെ കറക്റ്റാക്കിയിട്ട് ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഫോൾഡായി കിടക്കുന്ന ഭാഗമൊക്കെ നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ വേസ്റ്റിൻ്റെ നമ്മൾ ആ പേപ്പറിൽ അടയാളപ്പെടുത്തിയില്ല ആ ഭാഗം ഒന്നും കൂടി ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് താഴേക്കുള്ള അളവുകളൊക്കെ നമുക്ക് നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ഫ്രണ്ട് പീസിലേക്ക് വരച്ചു കൊടുക്കാം. നമ്മൾ മുകളിൽ ഒരു 10 ഇഞ്ച് മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് 10 ഇഞ്ച് ലെങ്ത്തിലൂടെ അടയാളപ്പെടുത്തില്ല ആ ഭാഗവും നമ്മൾ താഴെ ഫ്രണ്ട് പീസിലേക്കൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലും ഇതുപോലെ ക്ലോത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്തെടുത്ത പോലെ തന്നെ നമ്മുടെ തുണിയിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുണിയിൽ വരക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നമ്മൾ മുകളിലുള്ള പീസും താഴെയുള്ള പീസും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ബാക്ക് പീസ് അതുപോലെ തന്നെ വെച്ചിട്ട് താഴേക്കുള്ള അളവ് ഇവിടുന്ന് താഴേക്കുള്ള അളവൊക്കെ നമുക്ക് ബാക്ക് പീസിൽ നിന്ന് തന്നെ ഫ്രണ്ട് പീസിലേക്ക് അതുപോലെ തന്നെ വരച്ചു കൊടുക്കാം. അതേ സെയിം അളവ് തന്നെ നമുക്ക് താഴേക്കുള്ള ആ വേസ്റ്റിൻ്റെ അവിടുന്ന് താഴേക്കുള്ള അളവൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ട് ചെയ്യുന്നതിന് ഒരു പീസ് കേട്ടോ. അപ്പോൾ നമ്മൾ താഴേക്കുള്ള ആ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്കുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പണ് കറക്റ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പണിൻ്റെ ഭാഗം രണ്ട് സൈഡിലും ഒരുപോലെ വരാൻ വേണ്ടിയിട്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ഓപ്പൺ എവിടെയാണോ ആ ഭാഗം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ഓപ്പണിൻ്റെ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെറുതായിട്ടൊരു ട്രിക്കാണെന്ന് കൂട്ടിക്കൊള്ളും. ഇനി നമുക്ക് മുകളിലേക്കുള്ള ഭാഗം, അതായത് നമ്മൾ താഴേക്കുള്ള വേസ്റ്റിൻ്റെ അവിടെ താഴേക്കുള്ളതല്ലേ ഫ്രണ്ട് പീസിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് മുകളിലേക്ക് ചെറുതായിട്ടൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലോത്തിൽ നിന്ന് ഈ ഒരു പീസ് ബാക്കിയുള്ള ക്ലോത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസ് നമ്മൾ പേപ്പറിൽ ഇങ്ങനെ മുകളിലേക്കുള്ള പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കട്ട് ചെയ്തതിനേക്കാൾ ഇത്ര എക്സ്ട്രാ നമുക്ക് ക്ലോത്ത് വേണം. നമ്മളിങ്ങനെ ഉണ്ടാക്കി മടക്കിയിട്ട് ആ പേപ്പർ വെച്ചിട്ട് എക്സ്ട്രാ കണ്ടത് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ക്ലോത്താണ്. അങ്ങനെ ക്ലോത്ത് എടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല ഭാഗത്ത്, തുണിയുടെ നല്ല ഭാഗം ഇതുപോലൊന്ന് പിടിച്ചിട്ട് ഒരു ഇഞ്ച് വീതിയിലൊന്ന് മടക്കി പിടിച്ചിട്ട് ആ ഒരു തുമ്പിലൂടെ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഈ ഒരു രീതിയിൽ താഴ്ഭാഗം വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊരു തുമ്പിലൂടെ 1/4 ഇഞ്ച് വിട്ടിട്ട് കേട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഈ ഒരു രീതിയിൽ വരുന്ന രീതിയിൽ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു ഇഞ്ച് വീതിയിൽ വിട്ട ശേഷം ഒന്നുകൂടി ഒന്ന് മടക്കിയിട്ട് ആ ഒരു അളവിൽ തന്നെ നമ്മൾ ആദ്യം തയ്ച്ച ആ ഒരു 1/4 ഇഞ്ച് വീതിയിൽ തന്നെ നമുക്ക് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ച് താഴെ വരെ, തുണിയുടെ താഴെ വരെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലോത്ത് കറക്റ്റായിട്ട് നിവർത്തി വെച്ചിട്ട് നമ്മൾ ഓരോ ഇഞ്ച് ഗ്യാപ്പിൻ്റെ അനുസരിച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി താഴെയും മുകളിലും അടയാളപ്പെടുത്തി ഒരു ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടും ഇതുപോലെ തയ്ച്ചെടുക്കാം. ആദ്യമായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് ക്ലോത്ത് ഇങ്ങനെ പിടിച്ച് കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടിയതുകൊണ്ടാണ്
ജസ്റ്റ് 1 ഇഞ്ച് വീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ച് എടുത്തിട്ടുള്ളത്. ഇതാ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. തയ്ക്കാൻ ഇതുപോലെ പിടിച്ച് തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കറക്റ്റ് എവിടെ പിടിച്ച് തയ്ക്കണം എന്നുള്ളത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈൻ ഇങ്ങനെ ചോക്ക് കൊണ്ട് വരച്ചതിന് ശേഷം അവിടെ പിടിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. കോട്ടൻ്റെ ക്ലോത്തൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് മടക്കി പിടിച്ച് തയ്ക്കാനൊക്കെ കഴിയും. അല്ലാതെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ക്ലോത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വരച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ ഞൊറിവാക്കി ഇങ്ങനെ കിട്ടും. അപ്പോൾ ഞാൻ ഈ ക്ലോത്ത് മൊത്തത്തിൽ ഈ ഒരു രീതിയിൽ ഇങ്ങനെ 1 ഇഞ്ച് വീതിയിൽ കറക്റ്റായിട്ട് 1 ഇഞ്ച് വീതി ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇതുപോലെ പിടിച്ച് ഇങ്ങനെ ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു ക്ലോത്തിൻ്റെ 2 ആക്കി ഒന്ന് മടക്കി എടുത്തിട്ട് വേണം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, നമ്മളെ മുകളിലേക്കുള്ള അളവ് നമ്മുടെ ആ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു പേപ്പർ നമ്മളെങ്ങനെയാണോ നമുക്ക് മുകൾ ഭാഗമുള്ളത് ആ ഒരു രീതിയിൽ ഇതിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചോക്ക് കൊണ്ട് ആ ഒരു കറക്റ്റായിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. വരച്ചെടുക്കുമ്പോൾ കൈക്കുഴിയുടെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗവും ഈ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വരച്ചെടുക്കാം. പക്ഷേ ഈ ഒരു ഭാഗം വരക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം ഞാനിവിടെ ഈ പേപ്പറിൻ്റെ അതേ കറക്റ്റ് അളവിൽ തന്നെ വരച്ചെടുക്കുന്നുണ്ട്. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ ഞാനിത് ഒരു 1/2 ഇഞ്ചും കൂടി ഇവിടെ വിട്ട് കൊടുത്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് മതി. കൈക്കുഴിയുടെ ഭാഗവും ഷോൾഡർ ഭാഗവും ജസ്റ്റ് ആ ഒരു ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് മതി. ഈ താഴേക്ക് നമുക്ക് കൂട്ടി തയ്ക്കാനുള്ളത് കൊണ്ട് ഒരു 1/2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഈ ഒരു സൈഡ് കേട്ടോ, ഈ ഒരു ഭാഗം മാത്രം ആ ഒരു വരച്ചെടുത്ത ഭാഗത്തൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ മുകളിലുള്ള ഈ ഒരു പാർട്ടും താഴേക്കുള്ള ഭാഗവും നമുക്ക് തമ്മിൽ കൂട്ടി ഒന്ന് തയ്ച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മുടെ മുകളിലുള്ള ഈ ഒരു പാർട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വെച്ചിട്ടുണ്ട്. ഈ താഴേക്കുള്ള കട്ട് ചെയ്ത് വെച്ച ഭാഗം കറക്റ്റ് ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ കുർത്തിയിൽ നിൽക്കേണ്ടത്. അതിൻ്റെ സെൻറ്റർ ഭാഗം ഇവിടെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു താഴെയുള്ള ക്ലോത്തിനെ ഈ ഒരു ക്ലോത്ത് നമുക്ക് ഇങ്ങനെ മറിച്ച് നല്ല ഭാഗങ്ങൾ ഒരേ ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പിടിച്ച് സെൻറ്റർ ഭാഗം ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വരുന്ന രീതിയിൽ പിടിച്ചിട്ട് ഒരു സൈഡിലേക്ക് ഇതുപോലെ വെച്ച് നമുക്കിങ്ങനെ ആദ്യം ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സെൻറ്റർ ഭാഗത്ത് എത്തുന്നത് വരെ തയ്ച്ചെടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ച് തയ്ച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തിരിയാൻ വേണ്ടിയിട്ട് ആ ഭാഗം കുത്തിക്കൂടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുതായിട്ട് ആ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കട്ട് ചെയ്ത് കൊടുത്താൽ ക്ലോത്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് തിരിഞ്ഞ് നല്ല വൃത്തിയിൽ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കിട്ടും. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാ കുർത്തിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒക്കെ നമുക്ക് ഇതിൽ തന്നെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് സ്ലീവൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുക്കാം. അപ്പോൾ ഒരു നമ്മൾ സാധാ ചെയ്യുന്ന കുർത്തിയൊക്കെ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കൊക്കെ ക്യാൻവാസിൽ വരച്ചെടുത്ത് നമ്മുടെ ടോപ്പിൻ്റെ ക്ലോത്തിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് പീസിനുള്ള നെക്കും ഇത് നമ്മുടെ ഫ്രണ്ട് പീസിനുള്ള നെക്കുമാണ്. ഇതൊക്കെ ഇതിൽ വെച്ചൊന്ന് ഈ ഒരു രീതിയിൽ നല്ല ഭാഗത്ത് വെച്ച് തയ്ച്ച് ചീത്ത ഭാഗത്തേക്കൊക്കെ മറിച്ചെടുത്ത് സ്ലീവൊക്കെ വെച്ച് അറ്റാച്ച് ചെയ്ത് നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിയുടെ ലാസ്റ്റ് ലുക്ക്. നമ്മളെല്ലാം നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലീവും അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ തയ്ച്ച് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അത് ആ സ്ലീവിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനൊന്നും വെച്ചെടുത്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാർട്ടി വെയർ ഒരു കുറച്ചൊരു ഹെവി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ നമ്മൾ ഒരു ആലിയാകെട്ട് പോലെയുള്ള ആ ഒരു തയ്ച്ച ഭാഗത്തൊക്കെ നല്ലൊരു മിറർ വർക്കോ അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള ലേസൊക്കെ വെച്ച് കൊടുത്താൽ ഇത് നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു പാർട്ടി വെയർ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിതൊരു ജീൻസിലേക്ക് പലാസയിലൊക്കെ ഇടാനായിട്ട് ഒരു സിമ്പിളായിട്ട് സ്റ്റിച്ച് ചെയ്തതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ലേസ് എന്തെങ്കിലും വെച്ച് അടിപൊളിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ.